സിനിജി, വലിയ രീതിയിലുള്ള ഒരു വമ്പൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ജൂതപ്പട ഇന്ത്യയിൽ വരുന്നു, ലക്ഷ്യം വളരെ വലുതാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അമേരിക്ക വരെ ഞെട്ടിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ എന്നാണ് പറയുന്നത്. എന്താണ് ജൂതപ്പട, അതായത് ഇസ്രായേലിന്റെ ലക്ഷ്യം? ഏതാണ്ട് ഹമാസ് കീഴടങ്ങലിന്റെ വക്കിലെത്തിയെന്നതിന്റെ വാർത്തകൾ പുറത്തു വരുന്നു. അതിന് പിന്നാലെ ജൂതപ്പട ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ വലിയ ആകാംക്ഷ നമ്മുടെ പ്രേക്ഷകർക്കുണ്ട്. സത്യത്തിൽ ഈ ജൂതപ്പട വരുന്നതിന് പിന്നിൽ കൃത്യമായ ഉദ്ദേശമുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് ഏറെ മാരക പ്രഹരശേഷിയുള്ള മിസൈലുകൾ വാങ്ങാൻ, അതുപോലെ തന്നെയുള്ള ആയുധങ്ങൾ വാങ്ങാൻ, ഇന്ത്യയിലേക്ക് ഇസ്രായേൽ ആയുധങ്ങൾ വാങ്ങാൻ വരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ പറയുന്ന അത്ഭുതം. എന്തിനാണ് ഇന്ത്യയിലേക്ക് വരുന്നത്? കാലാകാലങ്ങളായി ഇസ്രായേലിന് മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങളെല്ലാം സമ്മാനിക്കുന്നത് അമേരിക്കയാണ്. യുദ്ധവിമാനങ്ങൾ, അത്യന്താധുനിക പോർ ഉപകരണങ്ങൾ, ഇതെല്ലാം സമ്മാനിക്കുന്ന അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യയിലേക്ക് മാറുന്നത് എന്താ? അപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ആയുധ വിപണിയിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തി. എന്ന് പറഞ്ഞാൽ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ, ഡ്രോണുകൾ, അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇതെല്ലാം തന്നെ അത്യുന്നത ശേഷി പുലർത്തുന്ന അല്ലെങ്കിൽ മികച്ച നിലവാരം പുലർത്തുന്നവയാണെന്ന് ലോക രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. അതോടുകൂടി നമ്മുടെ മിസൈലുകൾ വാങ്ങാൻ വലിയ തിരക്ക്. ഇപ്പോൾ ബ്രഹ്മോസ് റഷ്യയുമായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ നിർമ്മിച്ചതെങ്കിലും അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അതുൾപ്പെടെയുള്ള 300 കിലോമീറ്റർ അപ്പുറത്തേക്ക് ദൂരപരിധിയുള്ള മിസൈലുകൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങണം. അതായത് NIBE എന്ന് പറയുന്ന ഒരു നമ്മുടെ പ്രതിരോധ കാര്യങ്ങളിലൊക്കെ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയുണ്ട്. ഈ കമ്പനിയുമായി ഇസ്രായേലിലെ ആയുധ നിർമ്മാണ കമ്പനി ഒരു ഇടപാട് നടത്താൻ പോകുന്നു. അതായത് ഇപ്പോൾ നമുക്കറിയാം, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ധാരാളം ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങൾ, പ്രതിരോധ ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാറുണ്ട്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വലിയ പ്രൊജക്റ്റ് ആയിരുന്നു. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആയുധങ്ങൾ നിർമ്മിച്ചു വരുമ്പോൾ NIBയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പലതും ചെയ്യുന്നത്. അതായത് നമ്മുടെ DRDO പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ സ്വകാര്യ കമ്പനികളെ കൂടെ ആശ്രയിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ബ്രഹ്മോസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതൊരു ബൾക്കായിട്ട് മാസ് പ്രൊഡക്ഷൻ വേണം. കാരണം ഒരു യുദ്ധം പോലെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മുടെ ബ്രഹ്മോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ധാരാളം മിസൈൽ വേണം. അപ്പോൾ ഇതിന് സ്വകാര്യ കമ്പനികളുമായിട്ടൊക്കെ നമ്മൾ ഇടപെടും. ഇപ്പോൾ NIBE പോലെയുള്ള അത്തരം കമ്പനികളുമായിട്ട് നമ്മൾ ചേർന്ന് പല പദ്ധതികളും നടപ്പാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പുറത്തുവിടുന്നില്ല. പക്ഷേ ഇസ്രായേൽ പോലുള്ള രാജ്യവുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. നെതന്യാഹു മോദിയും തമ്മിൽ നല്ല ബന്ധമാണ്. മാത്രമല്ല ട്രംപുമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ തെറ്റുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് പതുക്കെ ഇസ്രായേൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇസ്രായേൽ ഒരു കമ്പനി NIBയുമായിട്ട് വലിയൊരു കരാറിൽ ഏർപ്പെടുന്നു. ഏതാണ്ട് 17.52 US മില്യൺ, അത്രയും വലിയ ഒരു കരാർ, അത്രയും വലിയ ഒരു തുക മുടക്കി എന്താണ് നിർമ്മിക്കുന്നത്? അത് മിസൈലാണ്. ഏതാണ്ട് 300 കിലോമീറ്റർ അപ്പുറത്തേക്ക് ദൂരപരിധിയെ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന മിസൈൽ നമുക്ക് വേണം. ഈ മിസൈൽ വാങ്ങാനായിട്ട് ഇസ്രായേൽ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയുമായിട്ട് വലിയ ചർച്ച നടത്തുന്നു. ഒരുമിച്ച് ഞെട്ടുന്നത് ചൈനയും അമേരിക്കയുമാണ്. കാരണം ചൈനയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പോലും പിന്തള്ളി ആയുധ വിപണിയിൽ ഇന്ത്യ കുതിച്ചു കയറുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് ആ രാജ്യത്തെ സൈനിക മേഖലയുടെ വളർച്ചയാണ്. എന്ന് പറഞ്ഞാൽ ആയുധ വിൽപ്പനയാണ്. അപ്പം വികസിത രാജ്യങ്ങളുടെ എല്ലാം തന്നെ പ്രധാന അജണ്ട ആയുധ വിൽപ്പനയിലൂടെ പരമാവധി പണം സമ്പാദിക്കുക എന്നുള്ള. ഇപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പണം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പണം എന്ന് പറയുന്നത് 25,000 കോടിയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്ന സമയത്ത് നമ്മൾ ഏതാണ്ട് 6.78 കോടി രൂപയുടെയൊക്കെ വരുമാനമാണ് ഉണ്ടാക്കിയെങ്കിൽ ഇപ്പോൾ അത് 25,000 കോടിയിലേക്ക് എത്തുന്നു. എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം നമ്മുടെ ലക്ഷ്യം 30,000 കോടി. എന്തിന്? 2030 ആകുമ്പോൾ 50,000 കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിറ്റ് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിന് കൃത്യമായ ഉദാഹരണമാണ് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ ഇന്ത്യയിലേക്ക് വരുന്നു, ആയുധങ്ങൾ വാങ്ങാൻ വരുന്നു. വലിയ അത്ഭുതമല്ലേ ശരിക്കും? തീർച്ചയായിട്ടും 17.52 ബില്യൺ, അതായത് 180 കോടി രൂപയുടെ ഇടപാടാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നടത്തുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം എല്ലാവരും ചോദിച്ചത്, പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ചോദിച്ചത്, എത്ര എയർക്രാഫ്റ്റ് നമ്മുടെ നഷ്ടമായി എന്നുള്ളതാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ ആയുധങ്ങൾ വാങ്ങാൻ 18 രാജ്യങ്ങളാണ് ക്യൂ നിൽക്കുന്നത് ബ്രഹ്മോസ് വാങ്ങാനായി. ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് പോലും ആയുധങ്ങൾ വാങ്ങുന്ന, ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വേണ്ട, അതിലും പ്രഹരശേഷിയുള്ളതാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് ആയുധം വാങ്ങാനായി വരുന്നു. ഇന്ത്യക്കാരെന്ന രീതിയിൽ നമ്മൾ ഇത് അഭിമാനിക്കണം. കാരണം ലോക രാജ്യങ്ങൾ ഇന്ത്യയോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് ആയുധങ്ങൾ താ. ആകാശ് മിസൈൽ പോലെയുള്ള, ബ്രഹ്മോസ് മിസൈൽ പോലെയുള്ള അത്തരത്തിൽ പ്രഹരശേഷിയുള്ള വേഗത കൂടിയ മിസൈലുകൾ ഞങ്ങൾക്ക്, അതും തദ്ദേശീയമായി നിർമ്മിക്കുന്ന, ആഭ്യന്തരമായൊക്കെ ഇന്ത്യ നിർമ്മിക്കുന്ന മിസൈലുകളൊക്കെയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന് പറയുന്നത്. കാരണം പടക്കം പൊട്ടിച്ച് പാകിസ്ഥാൻ കളിച്ചപ്പോൾ ഇന്ത്യ കൃത്യമായി നമ്മുടെ മിസൈലുകൾ ഉപയോഗിച്ച് അവരുടെ ഭീകരവാദ താവളങ്ങൾ തകർത്തു. അപ്പോൾ ലോക രാജ്യങ്ങൾ ഞെട്ടി. ഇന്ത്യയുടെ കയ്യിൽ ഇത്രയും ആയുധങ്ങളോ, ഇത്രയും മിസൈലുകളോ, ഇത്രയും പ്രതിരോധ സംവിധാനങ്ങളോ ഇന്ത്യയുടെ കയ്യിൽ
അപ്പോൾ ഇന്ത്യയെ വളരെ അത്ഭുതത്തോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കുന്നത്. ചൈനയ്ക്ക് കുറച്ച് അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടെങ്കിലും ചൈന പോലും ഇപ്പോ ഇന്ത്യക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നവർക്ക് കൂടിയുള്ള ഒരു മറുപടിയാണ് ഇസ്രായേൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളത്. ഞങ്ങൾ ഇതാ വരുന്നു, നിങ്ങൾ ആയുധങ്ങൾ റെഡിയാക്കി വെച്ചോളൂ, നിങ്ങൾ ആയുധങ്ങൾ ഉണ്ടെങ്കിലേ ഇനി ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളെ തകർക്കാൻ ഞങ്ങൾക്ക് കഴിയൂ, അമേരിക്കയുടെ ആയുധങ്ങൾക്ക് പോലും അതിന് കഴിയില്ല, ഇന്ത്യയെ ഞങ്ങളെ സഹായിച്ച് മതിയാകൂ എന്ന് ഇസ്രായേൽ പറയുകയാണ്. ഇനി ഓരോ രാജ്യങ്ങൾ ഇതുപോലെ പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ, റഷ്യ ഓൾറെഡി നമ്മളോടൊപ്പം തന്നെയാണ്, ഇതുപോലെ പറഞ്ഞെത്തുമ്പോൾ ഇന്ത്യയുടെ വലിപ്പം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ റോക്കറ്റ് ഒക്കെ മുകളിലേക്ക് കുതിച്ചു വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ഓഹരി വിപണി അത് കുതിച്ചു വരികയാണ്. അതായത് 65% ആയുധങ്ങളും നമ്മളിപ്പോൾ തദ്ദേശീയമായി ഉണ്ടാക്കുന്നു. നേരത്തെ 60 മുതൽ 70% വരെ ആയുധങ്ങൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയാണ് വില കൊടുത്ത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് നമ്മളത് വിൽപ്പന നടത്തുന്നു. 2013-14 കാലഘട്ടത്തിൽ 2.53 ട്രില്യൺ ഡോളറിന്റെ ഒരു വിൽപ്പന നമ്മൾ നടത്തിയെങ്കിൽ 2026 ആയപ്പോൾ അത് 6.8 ട്രില്യൺ ഡോളറായിട്ട് ഈ പ്രതിരോധ ഓഹരി വിപണി കുതിച്ചു വരാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉയരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾ, നമ്മൾ നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൽ കൃത്യമായി നമ്മൾ ഉപയോഗിച്ചു. അതെല്ലാം സക്സസ് ആയി. ചൈന നൽകിയ ആയുധങ്ങൾ, തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ നൽകിയ ഡ്രോണുകൾ, ഇതിനെല്ലാം തകർത്ത് നമ്മുടെ വ്യോമ പ്രതിരോധമാണ്. ഇപ്പം റഷ്യ നൽകിയ S-400 അപ്പുറത്തേക്ക് ആകാശ് പോലെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സംവിധാനങ്ങളുണ്ടല്ലോ, അത് ഭയങ്കര വിജയമായി പോയി. അപ്പോൾ ഇതൊക്കെ വാങ്ങാനായിട്ട്, ഇത് കണ്ടിട്ടാണ് അർമേനിയ നേരത്തെ നമ്മുടെ ഇത് മേടിച്ചു. ഇപ്പൊ ഈജിപ്റ്റ് നമ്മുടെ പുറകെ കിടക്കുക, ഒന്ന് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ 2013 NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യൻ പ്രതിരോധ രംഗം കൂടുതൽ ശക്തമാകണമെന്നും അതിനനുസരിച്ച് നമുക്ക് വളർച്ച നേടണമെന്നും അവർ തീരുമാനിച്ചു. അങ്ങനെ മോദിയുടെ കാലത്ത് നമ്മൾ 2 വ്യവസായ പ്രതിരോധ ഇടനാഴികളെ കുറിച്ച് ചർച്ച ചെയ്തു. അങ്ങനെ ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമാണ് 2 വ്യവസായ പ്രതിരോധ ഇടനാഴി നമ്മൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അതായത് നമ്മുടെ ആഭ്യന്തര ഉൽപാദന ശേഷിയിൽ അഭിവാജ്യ ഘടകമെന്ന് പറയുന്നത് ഈ പ്രതിരോധ വ്യവസായ ഇടനാഴിയാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പം റഷ്യയുമായി ചേർന്ന് സൂപ്പർസോണിക് മിസൈൽ എന്ന ഘട്ടത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ അതിനെ ഞെട്ടുകയാണ്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ഉലച്ചിൽ വന്നപ്പോൾ ഹമാസിനെ പൂർണ്ണമായും തീർക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ നേരിടുന്ന ഭീഷണി, ഇപ്പോൾ ഇറാൻ്റെ ഭീഷണിയൊക്കെ ഉണ്ട്, ആ ഭീഷണി അതിജീവിക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ ആയുധങ്ങൾ വേണം. ഈ ആയുധങ്ങൾ വാങ്ങാൻ വിശ്വസിക്കാവുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി. അതിനു മുമ്പ് ഫ്രാൻസ് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു, അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു, പിന്നെ ഞങ്ങൾക്ക് എന്താ വാങ്ങിയത്? ഇതാണ് ഇസ്രായേലിലെ ജനങ്ങളുടെയും ചിന്ത. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യോമ പ്രതിരോധ മേഖലയിലടക്കം വലിയ കുതിച്ചുചാട്ടം ഉണ്ടായതോടുകൂടി ഇസ്രായേൽ ഇനി അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. കാരണം താഡ് ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അമേരിക്കയാണ് നൽകിയത്. അപ്പോൾ അമേരിക്ക നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കാട്ടിലും ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങളെക്കാട്ടും മികച്ചതാണ് ഇന്ത്യയുടെ ആകാശ് പോലെയുള്ള സംവിധാനങ്ങളെന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. ഇനി 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ പ്രതിരോധ രംഗം ഏതാണ്ട് 1.2 ലക്ഷം കോടി രൂപയുടേതായിരുന്നു. അതായത് 2022-23 അപേക്ഷിച്ച് 16% വർധന. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ പ്രതിരോധ മേഖലയിൽ വലിയ വർധനവും വളർച്ച രേഖപ്പെടുത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുക എന്ന് പറയുന്നത് ഒരേ സമയത്ത് അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നമ്മൾ ശത്രുക്കളാക്കുക എന്നൊരർത്ഥം കൂടി വരുന്നില്ലേ? തീർച്ചയായിട്ടും. ശത്രുക്കൾ എന്നതിനപ്പുറം ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് അമേരിക്കയും ചൈനയും വല്ലാതെ ബുദ്ധിമുട്ടിക്കും, അല്ലെങ്കിൽ വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. കാരണം ആയുധങ്ങൾക്ക് വേണ്ടി അമേരിക്കയെ സമീപിച്ചുകൊണ്ടിരുന്ന, ചൈനയെ സമീപിച്ചുകൊണ്ടിരുന്ന ലോകരാജ്യങ്ങൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് വരെ ഇന്ത്യയിലേക്ക് വന്ന് ക്യൂ നിൽക്കുന്നു, ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ലോകശക്തിയായി അമേരിക്കയാണോ ഇന്ത്യയാണോ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടാകും. പക്ഷേ ഇന്ത്യക്കാർക്കും മറ്റ് രാജ്യങ്ങൾക്കുമില്ല, വളർച്ച ഇന്ത്യക്ക് തന്നെയാണ്.